ഹായ് ഗായസ്, ഗലിബ്രോ എന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 6th വീക്ക് വിഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പരേഡമാണ് ഹോർസാണ് നടക്കുന്നത്. നമ്മളിന്ന് രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 13 മത്സരാർത്ഥികളാണ്. 13 മത്സരാർത്ഥികളുടെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നതും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. വരും മണിക്കൂറിൽ കൃത്യമായ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും 7 മണി വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അനിമോൾ തന്നെയാണ് തുടരുന്നത്. അനിമോളുടെ പൊസിഷൻ യാതൊരു മാറ്റമില്ല. നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി ഒന്നാം പൊസിഷൻ തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ് അനിമോൾ. 18,877 വോട്ടോട് കൂടിയാണ് ഒന്നാം പൊസിഷനുള്ളത്. രണ്ടാം പൊസിഷനിൽ അനീഷ് തന്നെയാണ് തുടരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പൊസിഷൻ യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. 16,433 വോട്ടോട് കൂടി അനിമോളിന്റെ തൊട്ട് പിന്നിലായി രണ്ടാം പൊസിഷനാണുള്ളത്. മൂന്നാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ബിഗ് ബോസ് ഹൗസിലത്തെ പ്രകടനം വോട്ടാക്കി മാറ്റാൻ അക്ബർ ഖാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം 15,100 എന്ന കൂറ്റൻ വോട്ട് നേടി മൂന്നാം പൊസിഷൻ തന്നെ നിലനിർത്തി. നാലാം പൊസിഷനിൽ ആദിലയാണുള്ളത്. നേരത്തെ മൂന്നാം പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു, എന്നാൽ പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ അക്ബർ ഖാനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 14,999 വോട്ടോടുകൂടി നാലാം പൊസിഷനാണുള്ളത്. അഞ്ചാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് തുടരുന്നത്. ബിന്നി സെബാസ്റ്റ്യൻ അത്യാവശ്യം തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനം നടത്തി അഞ്ചാം പൊസിഷനിൽ കയറി വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 11,877 വോട്ടോടുകൂടി അഞ്ചാം പൊസിഷനാണുള്ളത്. ആറാം പൊസിഷനിൽ ആര്യൻ ഖത്തറിയയാണുള്ളത്. ആര്യൻ ഇത്രയും വോട്ട് നേടുമെന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആറാം പൊസിഷനിൽ 10,791 കൂറ്റം വോട്ടിന്റെ ബലത്തിൽ ആറാം പൊസിഷനാണുള്ളത്. ഏഴാം പൊസിഷനിൽ വേദലക്ഷ്മി തന്നെ തുടർന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നേരത്തെ റന ഫാത്തിമ അട്ടിമറിച്ചുകൊണ്ട് ഏഴാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. 10,522 എന്ന കൂറ്റം വോട്ട് നേടി ഏഴാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. എട്ടാം പൊസിഷനിൽ റന ഫാത്തിമ തന്നെ തുടരുകയാണ്. റന ഫാത്തിമയുടെ വോട്ടിങ്ങിൽ ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം 10,203 എന്ന കൂറ്റൻ വോട്ട് നേടി എട്ടാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. ഒമ്പതാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റമായിട്ട് മസ്താനി കയറി വന്നിരിക്കുകയാണ്. നേരത്തെ വളരെ ലാസ്റ്റ് പൊസിഷനിൽ നിന്നിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നെവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിൽ 10,080 വോട്ട് നേടി ഒമ്പതാം പൊസിഷനിൽ വന്നിരിക്കുന്നത്. പത്താം പൊസിഷനിൽ നെവിനാണുള്ളത്. വളരെ ചെറിയൊരു വോട്ടിംഗ് മാത്രമേ ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 9,989 വോട്ട് നേടി പത്താം പൊസിഷൻ ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ. 11ാം പൊസിഷനിൽ അഭിലാഷ് തന്നെ തുടരുകയാണ്. അഭിലാഷ് ഇപ്പോൾ നെവിനുമായിട്ട് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. വളരെ 200 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 9,788 വോട്ട് നേടി ഡേഞ്ചർ സോണിലായ 11ാം പൊസിഷനാണുള്ളത്. 12ാം പൊസിഷനിൽ പ്രവീൺ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പ്രവീണിന്റെ വോട്ടിംഗിൽ ചെറിയൊരു മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. ഏകദേശം അഭിലാഷുമായി അടുത്ത് വരുന്ന ഒരു വോട്ടിംഗ് പാറ്റേണുമായി മുന്നേറുകയാണ്. ഇപ്പോൾ 9,708 വോട്ട് നേടി ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് പ്രവീൺ. 13ാം പൊസിഷനിൽ സാബുമാൻ തന്നെയാണ്. സാബുമാനാണ് വോട്ടിങ്ങിന്റെ ആദ്യം തൊട്ടേ പിന്നിലായി നിന്നിരിക്കുന്നത്. ഇപ്പോൾ 9,321 വോട്ട് നേടി ഡേഞ്ചർ സോണിലാണ്. വരും മണിക്കൂറുള്ള വോട്ടിംഗ് വളരെ നിർണായകമാണ് സാബുമാന്.